കേരളത്തിൻ്റെ മികച്ച വ്യവസായിക വളർച്ചയെ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവ് പ്രവർത്തക സമിതി അംഗവും തിരുവനന്തപുരം എം പിയുമായ ഡോക്ടർ ശശി തരൂർ പ്രകീർത്തിച്ചതാണ് ഇന്നത്തെ മറ്റൊരു പ്രധാന വാർത്ത. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് നൽകിയ അതിലെഴുതിയ ഒരു ലേഖനത്തിലാണ് ശശി തരൂർ വളരെ ഓപ്പണായിട്ട് വന്നിട്ട് കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയെ പ്രകീർത്തിച്ചിട്ട് പറയുന്നത്. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ഈ 2 ഘട്ടങ്ങളിലായിട്ടുള്ള വികസനം, അത് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനേക്കാൾ മുകളിലിരിക്കുന്ന ആളാണ് ഡോക്ടർ ശശി തരൂർ. അതിലാകെ പ്രതികരിച്ചത് വി ഡി സതീശൻ പ്രതികരിച്ചത് തരൂർ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇവിടെ വ്യവസായ സൗഹൃദമൊന്നും ഇല്ല കേരളത്തിൽ എന്ന് പറഞ്ഞിട്ട് പതിവ് ശൈലിയിൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടുണ്ട്. തരൂർ എന്താ പറഞ്ഞത്? തരൂർ കണക്കുകൾ വെച്ചിട്ടാണ് സംസാരിച്ചത്. കൃത്യമായ ഡേറ്റ, ആർക്കും തർക്കിക്കാൻ പറ്റാത്ത ഡേറ്റ വെച്ചിട്ടാണ് കോൺഗ്രസ് നേതാവ് പറയുന്നത് പിണറായി സർക്കാരിൻ്റെ വ്യവസായിക മികവിനെ കുറിച്ച്. സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി. ആഗോള വളർച്ച 46% സ്റ്റാർട്ടപ്പ് ബിസിനസിൻ്റെ കേരളം നേടിയത് 254%. ആഗോള നിരക്ക് 46%, കേരളത്തിൻ്റെ നേട്ടം സ്റ്റാർട്ടപ്പ് ബിസിനസ്സിൽ 254%. ആലോചിക്കണം. 2 മിനിറ്റ് കൊണ്ട് വ്യവസായം തുടങ്ങാനുള്ള പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കി. അനുമതി 2 മിനിറ്റ് കൊണ്ട് വ്യവസായത്തിനുള്ള അനുമതി കൊടുക്കും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന ഇതിലെ നിക്ഷേപ സൗഹൃദത്തിൽ കേരളം ഒന്നാമതെത്തിയത് അതിശയിപ്പിക്കുന്നതാണെന്നാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് അതിലെഴുതിയ ലേഖനത്തിൽ ശശി തരൂർ അടയാളപ്പെടുത്തുന്നത്. എന്തേ കോൺഗ്രസ്സുകാർക്ക് ഇനി കൂടുതൽ പറയാനുള്ളത്? വി ഡി സതീശൻ പറയുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും. കേരളം വികസിക്കരുത്, കേരളത്തിൽ വികസന സൗഹൃദം ഇല്ല എന്ന് പ്രസംഗിച്ച് നടക്കണം, കേരളം മുന്നോട്ട് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ കേരളത്തിലുള്ളതെന്ന്. എന്തൊരു കേരളത്തിൻ്റെ ദുരന്തമാണിത്. വി ഡി സതീഷിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ്. കാലം നിങ്ങൾക്ക് ആർക്കും മാപ്പ് തരത്തില്ല. കാലം സാക്ഷി, ചരിത്രം സാക്ഷി. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കൊന്നും പ്രതികരിക്കാനില്ല. അപ്പോൾ വ്യവസായ മേഖലയിലെ കേരളത്തിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വളർച്ചയെ പ്രകീർത്തിച്ചിട്ടാണ് തരൂർ ഇത്രയും ലേഖനം എഴുതിയത്, കാര്യങ്ങൾ എഴുതിയത്. അപ്പോൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനം, പട്ടികയിൽ 1ാം സ്ഥാനം കേരളത്തിന്, ഇന്ത്യയിൽ. പിന്നെ ചുവപ്പ് നാടയുടെ പ്രശ്നങ്ങൾ മുഴുവൻ പൊളിച്ചടുക്കി എന്നൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ ശശി തരൂർ ലേഖനം എഴുതിയിരിക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് എന്ത് പറയാനുണ്ട്? ഇനിയിപ്പോൾ നാളെ കോൺഗ്രസ് ഇന്നൊരു കുറച്ച് പേര് ഇനി തരൂരിനെതിരെ തിരിയും. പിണറായി സർക്കാരിനെ പ്രകീർത്തിച്ചു, പിന്തുണച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പ് മേഖലയിലുണ്ടായ ഈ കുതിപ്പ് എങ്ങനെ കേരളം കൈവരിച്ചു എന്നുള്ളത് അത് ഒരു ഒറ്റ ദിവസം കൊണ്ട് നേടിയ ഒരു നേട്ടമല്ല. അത് നിരന്തരം കഴിഞ്ഞ 8 വർഷമായിട്ട് പിണറായി 1ാം സർക്കാരും 2ാം സർക്കാരും നിരന്തരം നടത്തിയ ശ്രമങ്ങളുടെ ഫലമാണ് ഈ ലോകത്ത് തന്നെ ഇത്രയും വലിയ നേട്ടമുണ്ടാക്കാൻ, പുതിയ ബിസിനസ്സുകൾ തുടങ്ങുന്നതിൽ IT ഉൾപ്പെടെ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മനുഷ്യനിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ മേഖലയിൽ ഇത്രയും നേട്ടമുണ്ടാക്കാൻ നിരന്തര പരിശ്രമം നടത്തിയതുകൊണ്ടാണ് ഒരു ഗവൺമെൻറ് അതിൻ്റെ 2ാം തുടർച്ച ഗവൺമെൻറ് ഇത്രയും 8 വർഷമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾക്ക് തരൂരിന് എഴുതേണ്ടി വന്നത്. തരൂർ കോൺഗ്രസ് നേതാവാണല്ലോ. തരൂർ വെറുതെ പിണറായി സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടൊരു ലേഖനം എഴുതുമോ? അദ്ദേഹം പിണറായി കാര്യങ്ങളെ അനുകൂലിച്ച് ലേഖനം എഴുതിയെന്ന് ഞങ്ങൾ പറയുന്നില്ല, അങ്ങനെയല്ല. അദ്ദേഹം കാര്യങ്ങളെ കാണുന്ന ഒരാളാണ്. ഡേറ്റ വെച്ചിട്ട്, വിവരങ്ങൾ വെച്ചിട്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിൽ ഈ കഴിഞ്ഞ ഒരു കുറേ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് കേരളം കുതിപ്പ് നടത്തുന്നു. അതിശയകരമായ കുതിപ്പെന്നാണ് അദ്ദേഹം പറയുന്നത് കേരളത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരു 25 ഒരു 30 കൊല്ലം കൊണ്ട് നേടേണ്ടിയിരുന്ന നേട്ടം നമ്മൾക്ക് ഒരു 5-8 കൊല്ലം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത്
ചെറിയ കാര്യമൊന്നുമല്ല. ഇവിടെ ഒരു കാര്യം പറഞ്ഞ് ഒന്നല്ല 2 കാര്യം പറഞ്ഞ് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കേരളത്തിലെ ഒരു വലിയ കോഓപ്പറേറ്റീവ് പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ വളർച്ചയെപ്പറ്റി കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരി പ്രശംസിച്ച ദിവസം കൂടിയാണ് ഇന്നലെ. അതായത് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ 100ാം വാർഷികം കേരളത്തിലെ നിർമ്മാണ രംഗത്ത്, വ്യവസായ നിർമ്മാണ രംഗത്ത്, അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വലിയ സംഭാവന ചെയ്ത ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹം ചെയ്ത പ്രസംഗം കേന്ദ്ര ഈ പറയുന്ന ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞ വാക്കുകൾ. അതൊന്ന്. 2, ഇക്കാര്യത്തിൽ ഏറ്റവും നമ്മൾ ആലോചിക്കേണ്ട ഒന്ന്, കേരളത്തിന് ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. അതിന് പല കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനിഷ്യേറ്റീവുണ്ട്, തയ്യാറെടുപ്പുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ ഇവിടെ ആര് ചർച്ച ചെയ്യുന്നു? എത്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു? ഇവിടെ ബാക്കി കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഇത്തരം വിഷയങ്ങൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അതാണ് ഏറ്റവും പ്രധാന വിഷയം. അപ്പോൾ കേരളം മുന്നോട്ട് കുതിക്കുന്നു എന്നുള്ളത് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യാത്ര ചെയ്ത ഏത് മലയാളിക്കും അല്ല മലയാളി അല്ലാത്തവർക്കും മനസ്സിലാവും. അത് തന്നെ തരൂരും പറഞ്ഞത്. കോൺഗ്രസ് നേതാവ് തരൂരിന് പറയാനുള്ള ഒരു 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 പക്വതയുണ്ട്, രാഷ്ട്രീയമായൊരു പക്വതയുണ്ട്. വി ഡി സതീശന് അതില്ല. ഇതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം.